Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ബക്കറ്റ് ചിക്കൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സമയത്ത് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നാരങ്ങ, പിന്നെ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ബട്ടർ, പിന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് ഒരു സ്വല്പം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ബട്ടറും എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു മസാല അങ്ങോട്ട് റെഡിയാണ്ടാക്കുക. ഇതിൽ നമ്മൾ നാരങ്ങ ഇതിലെടുക്കാൻ പാടില്ല. നാരങ്ങ ചിക്കൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ്റെ മുകളിലാണ് നമ്മൾ നാരങ്ങ പിഴിയേണ്ടത്. അതിൽ തന്നെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞ് എല്ലാ സൈഡും നന്നായിട്ട് വരഞ്ഞെടുക്കുക. മുറിച്ചെടുത്ത നാരങ്ങ ചിക്കൻ്റെ വരിഞ്ഞ ഭാഗത്തും എല്ലായിടത്തും അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് സെറ്റാക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ മസാല ചിക്കനിലേക്ക് പിടിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തു വെച്ച മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. നമ്മൾ ഈ മസാലയിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ബട്ടറാണ്. ബട്ടറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ഓയിലോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തേച്ച് വെച്ച നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂറെങ്കിലും അങ്ങനെ നമ്മളവിടെ എടുത്ത് വെക്കണം. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം അതിലേക്ക് അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായിട്ടുണ്ടാവും. അളിയൻ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പി കെട്ടണം. ഇതിൻ്റെ വിങ്സിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കമ്പി കെട്ടേണ്ടത്. അത് നമ്മൾ ആ ബക്കറ്റിൻ്റെ മുകളിൽ ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ 2 ലെഗും. ഇനിയാണ് കേട്ടോ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നത്. ഇതേപോലെയുള്ള 2 വെളിച്ചെണ്ണ പാട്ട നമുക്ക് വേണം. അതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ 2 ഹോൾ അടിച്ചിട്ട് നമ്മളതിൻ്റെ കമ്പി കെട്ടി ചിക്കൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഓ മാരകം. ഇങ്ങനെയാണ് ചിക്കൻ ഹാങ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇനിയാണ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. നമ്മുടെ പാട്ട ചൂടാക്കാൻ മാത്രം പോരാ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റലാണ് നിറച്ചിരിക്കുന്നത്. മെറ്റൽ നന്നായിട്ട് കഴുകിയിട്ട് അതിലിടാം. അതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പിലും ഇടാം. ചിക്കന് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയാണ്. ഇനിയാണ് അളിയൻ അങ്ങനെ ഇറക്കി അങ്ങോട്ട് വെക്കുക. ആ ടോപ്പ് അങ്ങോട്ട് മൂടി വയ്ക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണേ. എന്നിട്ട് നല്ല പോലെ അടിയിൽ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടും. ഇത് നമ്മളിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ മയോണീസും ഇതേപോലെയുള്ള ചട്നിയൊക്കെ തേച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയായി, വേറെ ലെവലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.